ഭർത്താവിനെ വഞ്ചിച്ചു, കാമുകനെയും തേച്ചു, എന്നിട്ടും പേര് അതിജീവിത. രാഹുൽ മാങ്കുട്ടത്തെ തീർക്കുവാൻ, പിണറായി വിജയനെ തുടർഭരണം ഒരുക്കുവാൻ ആരംഭിച്ച ജട്ടി വിപ്ലവത്തിന്റെ നായകൻ വി.ഡി. സതീശൻ തിരഞ്ഞെടുത്ത ആ പരാതിക്കാരി കൊള്ളാം. ആ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുലിനെ തേജോവധം ചെയ്യുന്ന ഒരൊറ്റ മാധ്യമങ്ങൾ പോലും ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും ഇത് കേക്കച്ചൻ എന്ന വി.ഡി. സതീശനും ഇടതുപക്ഷവും ചേർന്ന് ആസൂത്രണം ചെയ്ത ഒരു ശ്രദ്ധ തിരിക്കൽ നാടകമാണെന്നും തുല്യ ദുഃഖിതരുടെ ഒരു കമ്പൈൻഡ് ഓപ്പറേഷൻ ആണെന്നും ഒരൊറ്റ മാധ്യമങ്ങളും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. രാഹുലിനെ വ്യക്തിഹത്യ ചെയ്യുന്ന ഇതിൻ്റെ 100% പോലും ആ പരാതിക്കാരി ആരാണെന്ന്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഒരാൾ പോലും ഇതുവരെ ചെക്ക് ചെയ്തിട്ടുമില്ല, പുറത്തുവിട്ടിട്ടുമില്ല. ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാം, അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് രാഹുലാണ്. രാഹുലിനെ എങ്ങനെയും തീർക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഒരു സംഘടിത ആക്രമണമാണ് എന്ന് വളരെയേറെ വ്യക്തമാണ്. അല്പസമയം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, പലതവണ രാഹുൽ ഇവരുടെ വീട്ടിലെത്തിയെന്ന് പറയുന്നു. ഇവർ രാഹുലിനോടൊപ്പം പല സ്ഥലങ്ങളിൽ പോയതായി പറയുന്നു. 3-4 പ്രാവശ്യം ബലാത്സംഗം ചെയ്തു എന്ന് പറയുമ്പോഴും വീണ്ടും രാഹുലിനോടൊപ്പം പാലക്കാട് പോയി ഫ്ലാറ്റിൽ വെച്ച് 2 പ്രാവശ്യം ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറയുന്ന ഇവർ ആരാണ്? ഒരു യഥാർത്ഥ ഇര ഇപ്രകാരം പറയുമോ? ഒരു യഥാർത്ഥ അതിജീവിത ഒരു പ്രാവശ്യം ഒരു ദുരനുഭവം ഉണ്ടായാൽ വീണ്ടും വീണ്ടും പണി ഇരന്നു വാങ്ങുവാൻ പോകുമോ എന്ന ചോദ്യം ന്യായമായും സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, രാഹുലിനെ വേട്ടയാടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇവർ ഇറക്കിയിരിക്കുന്ന ഈ ഇരയുടെ പരിവേഷം നൽകി ഇറക്കിയിരിക്കുന്നവർ ഒരു ഭർത്തൃമതിയായ യുവതിയെ അവർ ആദ്യം ഒരു വിവാഹം കഴിച്ചു. 2024 ഓഗസ്റ്റിൽ നിയമപരമായി അവർ വിവാഹം കഴിഞ്ഞവരാണ്. ആ വിവാഹം ഇതുവരെ ഡിവോഴ്സ് ചെയ്തിട്ടില്ല, പക്ഷേ ഇവർ അകന്നു കഴിയുന്നു എന്നൊക്കെ പറയുന്നു. ഇതുപോലെ നിയമപരമായി വിവാഹം കഴിച്ച ഒരുവനെ വഞ്ചിച്ചിട്ടാണ് രാഹുലിന്റെ പുറകെ പോയതും ഇപ്പോൾ രാഹുലിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചതും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവരുടെ ലക്ഷ്യം എന്താണ്? ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് വളരെയേറെ പകൽ പോലെ വ്യക്തമാണ്. ഇതാരുടെയോ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് രാഹുലിനെ കൃത്യമായി ട്രാപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഇതൊരു ഹണി ട്രാപ്പിംഗ് ആണ് എന്ന് പകൽ പോലെ വ്യക്തമായ ഒരു കാര്യമാണ്. ഇവർ ഒരു ഭർത്തൃമതിയായ യുവതിയാണ്, ഇവർക്കൊരു ഭർത്താവുണ്ട് എന്ന ഒരു വിവരം ആരും പുറത്തുവിട്ടിട്ടില്ല. ഇവർ ഭർത്താവുമായി അകന്നു കഴിയുകയാണ് എന്നത് ഇവരുടെ ഒരു തന്ത്രമാണോ എന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഇവർ രണ്ടും കൂടി ആസൂത്രണം ചെയ്ത് ഇപ്രകാരം ബ്ലാക്ക് മെയിലിങ്ങിലൂടെ ഇവനെ നശിപ്പിക്കുക. ഇത്രയും കാലം കാത്തിരുന്നത് ഇവരുടെ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയമായി ഇവരുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാത്തത് കൊണ്ടാണോ, അതല്ലെങ്കിൽ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിൽ ഓരോരോ ഘട്ടം കഴിയുന്നവരെ ഇവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. അല്ലായിരുന്നുവെങ്കിൽ ഇപ്രകാരം ഒരു യഥാർത്ഥത്തിൽ ഒരു സംഭവം ഉണ്ടായാൽ ഉടൻ തന്നെ അവർ പോലീസിൽ പരാതിപ്പെടുമായിരുന്നു. ഇത് പരാതിപ്പെട്ടില്ല. ഇത് രാഹുലിനെ വിരട്ടുക, സമ്മർദ്ദത്തിലാക്കുക, അത് പണം തട്ടാനാണോ എന്താണോ അവരുടെ ലക്ഷ്യമെന്നറിയില്ല. അങ്ങനെ ഓരോരോ പീസായി ഇവർ ബോധപൂർവം രാഹുലുമായി സംസാരിക്കുകയും അവർ തമ്മിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്ത ആ സംഭാഷണ ശകലങ്ങളും വാട്സാപ്പ് ചാറ്റുകളും എല്ലാം ഇവരുമായി ഗൂഢാലോചന നടത്തിയ ആ ചാനലിന് നൽകുകയും അതിലൂടെ പുറത്തുവിടുകയും അങ്ങനെ ഓരോരോ ഘട്ടം കഴിഞ്ഞ് ഇത് കൃത്യമായ ഒരു ഇടവേളകൾക്ക് ശേഷം ഒരു വലിയ ക്യാമ്പയിനായിട്ടാണ് ചെയ്തതെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റു പലതുമാണെന്ന് മനസ്സിലാക്കണം. അത്തരം ഇത് ബഹുമാനപ്പെട്ട കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ബഹുമാനപ്പെട്ട നീതിപീഠത്തിന് മാത്രമേ രാഹുലിനെ രക്ഷിക്കുവാൻ സാധ്യതയുള്ളൂ. ഓർക്കുക, വളരെ സംഘടിതമായി ആസൂത്രിതമായി സരിതയെ ഇറക്കി ഉമ്മൻചാണ്ടിയെ തീർത്തതുപോലെ തന്നെയുള്ള ഒരു പെൺകണിയാണിത് എന്ന് മനസ്സിലാക്കുവാൻ സാമാന്യ ബോധം തന്നെ മതി. കേരളമെമ്പാടുമുള്ള ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്
തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ വോട്ട് തേടി ഈ കോൺഗ്രസിലെ നാണം കെട്ടവന്മാർ എത്തും. ഇവന്മാരോട് ചോദിക്കണം, രാഹുലിനെ നശിപ്പിക്കാൻ ശ്രമിച്ച നാണം കെട്ടവന്മാരെ, നിനക്കൊക്കെ ഞങ്ങൾ എന്തിനു വോട്ട് ചെയ്യണം? ഇതുപോലൊരു മഹനീയ അവസരം ഇവന്മാർ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നുവെങ്കിൽ യാതൊരു കുഴപ്പമില്ലായിരുന്നു. ഇവന്മാർ വാപൊളിക്കാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നുവെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ഇവന്മാരെ 90% സീറ്റുകളിലും കോൺഗ്രസിനെ വിജയിപ്പിക്കുവാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്രകാരം ഒരു സുവർണാവസരം, അതുകൊണ്ടുള്ള അമിത ആവേശമാണോ, അമിത വിശ്വാസമാണോ, അതോ ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല, ഞങ്ങളുടെ ലക്ഷ്യം രാഹുലിനെ തീർക്കുകയാണ് എന്ന ലക്ഷ്യത്തോടെ ആ പൊതുശത്രുവിനെ തീർക്കുമ്പോഴും ജനങ്ങളിതൊന്നും അറിയില്ല, തങ്ങൾ കളിക്കുന്ന ഈ നാടകങ്ങളൊന്നും ജനങ്ങൾ അറിയില്ല എന്ന ആ അമിത വിശ്വാസമാണോ എന്നറിയില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഈ രാഹുലിനെ വഞ്ചിച്ച, രാഹുലിനെ നശിപ്പിക്കുവാൻ ഇതുപോലൊരു തേൻകണി ഒടുക്കിയ ഈ വി ഡി സതീശന്റെയും സംഘത്തെയും നിങ്ങൾ മനസ്സിലാക്കുക, അവരെ തോൽപ്പിക്കുക. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് രാഹുലിനെ സ്നേഹിക്കുന്നവർക്ക് ഇവന്മാർക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ അടി എന്ന് പറയുന്നത് ഇവന്മാരുടെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുക എന്നതാണ്. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ രാഹുലിനെ ഇല്ലാതാക്കുക എന്ന ശ്രമത്തോടു കൂടിയുള്ള ഒരു തേൻകണിയാണ് ഇതെന്ന് നമുക്ക് വളരെയേറെ വ്യക്തമാവും. ഇനി പ്രേക്ഷകർ കേൾക്കാൻ പോകുന്നത് ഡോക്ടർ തോമസ് USA നിന്നും സംസാരിക്കുന്നതാണ്. രാഹുൽ വിഷയത്തിൽ അദ്ദേഹം ഇതിനു മുമ്പും പല പ്രതികരണങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നിരീക്ഷകനായ, വളരെ കൃത്യമായി കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്ന, വാച്ച് ചെയ്യുന്ന ഡോക്ടർ തോമസിന്റെ പ്രതികരണം കാണാം. i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. നമസ്കാരം സുഹൃത്തുക്കളെ, നമസ്കാരം സുനിൽ സാർ. ഇന്ന് ഞാനിടുന്ന ഈ ഓഡിയോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി കൊടുത്തു എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇന്ന് ഇവിടെ അവധി ആയതുകൊണ്ട് എല്ലാ ന്യൂസും, എല്ലാ മീഡിയയുടെ മലയാളം ന്യൂസുകളും അതുപോലെ i2 വന്ന എല്ലാ ന്യൂസും കേൾക്കാനൊരു സാഹചര്യം ഉണ്ടായി. ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരെയെങ്കിലും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല, നിയമത്തെ ബഹുമാനിച്ചുകൊണ്ട് നിഷ്പക്ഷമായിട്ട് എൻ്റെ ഉള്ളിൽ വന്ന ചില ചോദ്യങ്ങൾ അവതരിപ്പിക്കാൻ, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, നമ്മുടെ കേരളത്തിന് വേണ്ടി സത്യസന്ധമായിട്ട് അവതരിപ്പിക്കാനാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്. ആദ്യമായിട്ട് തന്നെ ഒരു കാര്യം പറയാം, രാഹുൽ മാങ്കൂട്ടത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ ഒരു കോൺഗ്രസിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തകനായിരുന്നു എന്നുള്ള ഇതിൻ്റെ വെളിച്ചത്തിലും അത്രയും കഴിവുള്ള MLA-മാരിൽ അത്രയും കഴിവുള്ള ഒരു കോൺഗ്രസ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലീഡർ ഇനി ഭാവിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ള ബോധ്യത്തിലുമാണ് സംസാരിച്ചത്. അപ്പോൾ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കുന്നു. അതായത് രാഹുലിൻ്റെ ഭാഗത്ത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ജാഗ്രതക്കുറവ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതായ തെറ്റുകൾ അദ്ദേഹം പരിശോധിക്കും, തിരുത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെന്ന് ഈ വന്ന ചാറ്റുകൾ അതുപോലെ ഓഡിയോ അത് സത്യമാണെങ്കിൽ അദ്ദേഹത്തിന് ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, പല നമ്മുടെ സമൂഹത്തിൽ എന്നെ കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓരോ കമ്മ്യൂണിറ്റിക്കും, ഓരോ റിലീജിയസ് വിഭാഗങ്ങൾക്കും ഈ വിവാഹ ഇതര ബന്ധങ്ങളെക്കുറിച്ചും അബോർഷനെക്കുറിച്ചുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ, ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുമാത്രമല്ല, അബോർഷനെ ഒട്ടും, അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഞാൻ നിലനിൽക്കുന്ന കമ്മ്യൂണിറ്റിയോ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതും കൂടെ ഞാൻ ആമുഖത്തിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ ചില സംശയങ്ങളും ചില നിലപാടുകളും ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ ഇന്ന് മീഡിയ എല്ലാം കംപ്ലീറ്റ് 100% പരാതി കൊടുത്തതായ പെൺകുട്ടിക്ക് പൂർണ്ണമായിട്ട് പിന്തുണ കൊടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതിനകത്ത് തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നുമില്ല. പരാതി കൊടുത്ത പെൺകുട്ടി ഒരു ജെന്യൂൻ ഒരു പരാതിയാണെങ്കിൽ ആ പരാതിയുടെ കൂടെ തീർച്ചയായിട്ടും ഞാനും ഉണ്ടാകും. എന്നാൽ ഇതിനകത്ത് ചില സംശയങ്ങൾ സ്വാഭാവികമായിട്ടും വരുന്നുണ്ട്. ദൂരത്തിരുന്ന് വീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ചില സംശയങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് ഒന്നാമത് പറയാനുള്ള കാര്യം, പെൺകുട്ടിക്ക് മാത്രമല്ല, ഇതിപ്പോൾ ഒരു പരാതിയെ പോയിട്ടുള്ളൂ. FIR ഇട്ട് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് കോടതിയിലെത്തിയിട്ട് കോടതിയാണ്
ഇത് ജെന്യൂനായിട്ടുള്ളൊരു കേസാണോ, അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ഒരു വെർഡിക്റ്റ് പറയേണ്ടത്. കഴിഞ്ഞ 3 മാസമായിട്ട് ഒരു പിതാവ് നഷ്ടപ്പെട്ട അദ്ദേഹം ഒരു 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 പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു നേതാവാണ്, ഒരു MLA ആണ്. പക്ഷേ അതിനപ്പുറത്ത് ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരു മാതാവുണ്ട്, അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട്, അദ്ദേഹത്തിന് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ആത്മഹത്യയുടെ വക്ക് വരെ എത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണം നമ്മൾ കേട്ടതാണ്. കുറച്ചുകൂടെ മീഡിയ അദ്ദേഹത്തോടു കൂടെ കരുണ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിനുണ്ട് റൈറ്റ്. ഇപ്പം തന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കേസിൽ ആരായിരുന്നു എര എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? സോളാർ കേസിലെ ആ പരാതി കൊടുത്ത സ്ത്രീ ആയിരുന്നല്ലോ എര. ആ മാന്യനായ മനുഷ്യനെ എത്രമാത്രം മീഡിയക്കാരുടെ കൊത്തിപ്പറിച്ചു. അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എത്രമാത്രം നഷ്ടപ്പെട്ടു, എത്രമാത്രം വേദന അദ്ദേഹം അനുഭവിച്ചു. സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളും ഉള്ള ആ മനുഷ്യൻ അദ്ദേഹമായിരുന്നോ യഥാർത്ഥത്തിൽ എര? കോടതിയുടെ CBIയുടെ വിധി വന്നപ്പോൾ ആരായിരുന്നു യഥാർത്ഥത്തിൽ എര? ഇത് കേരള സമൂഹം മറന്നു പോകരുത്. കോൺഗ്രസിൻ്റെ ലീഡേഴ്സ് ഇത് മറന്നു പോകരുത്. ഇടതുപക്ഷം താൽക്കാലികമായിട്ട് അതൊരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഒരു സമൂഹത്തോട്, നമുക്കെല്ലാം കുടുംബങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്, സഹോദരന്മാരുണ്ട്, ഒരു പുരുഷ സമൂഹം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് ജെന്യൂൻ അല്ലാത്ത ഒരു പരാതിയാണ്. അതിന് ഇടതുപക്ഷ സർക്കാരോ പോലീസോ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്കുമുണ്ട് കുടുംബങ്ങൾ, സഹോദരങ്ങൾ, സഹോദരിമാരെന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പോൾ തന്നെ ഒരു ജെന്യൂൻ പരാതിയാണെങ്കിൽ അത് മുമ്പോട്ട് പോകട്ടെ. അവരെയും ഒരു വിധത്തിൽ ആക്രമിക്കാൻ നമ്മൾ പോകണ്ട. അവരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല. അത് കോടതി തീരുമാനിക്കട്ടെ, കോടതി വിധിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ നിലപാട്. പക്ഷേ ഇവിടെ 3 മാസമായിട്ട് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തെ മീഡിയ കൊല്ലാക്കൊല ചെയ്യുകയാണ്, അദ്ദേഹത്തെ ആക്രമിക്കുകയാണ്, അദ്ദേഹത്തിനെതിരെ സമരങ്ങൾ നടക്കുകയാണ്, അദ്ദേഹത്തിനെതിരെ കോൺഗ്രസിൻ്റെതായ നേതാക്കളാണ് ആദ്യമായിട്ട് മുമ്പോട്ടിറങ്ങിയത്. ഒരു പരാതിയുടെ സൂചന കൊച്ചിയിലെ യുവനടി എന്ന് പറയുന്ന ആളുടെ ഭാഗത്തു നിന്ന്, അതായത് VD സതീശനോട്, ഞാൻ ബഹുമാനിക്കുന്ന ആ നേതാവിനോട് വളരെ അടുപ്പമുള്ള ഒരു പെൺകുട്ടി വന്ന് പെട്ടെന്ന് പറയുന്നു. അതിനുശേഷം VD സതീശൻ തന്നെ വൈകിട്ട് വന്നിട്ട് പറയുന്നു സംരക്ഷിക്കത്തില്ല, നടപടിയെടുക്കും എന്ന് പറയുന്നു. എനിക്കൊന്ന് പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗം ഒന്ന് കേൾക്കാനുള്ള ഒരു 2 വീക്സ് ടൈം പോലും കൊടുക്കാതെ അദ്ദേഹത്തെ ഫോഴ്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ആ പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി, യൂത്ത് കോൺഗ്രസിന് വേണ്ടി ഇടികൊണ്ട, ജയിലിൽ കിടന്ന, രക്തമൊലിപ്പിച്ച, ശക്തമായി മീഡിയകളിൽ കോൺഗ്രസിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നത്. അന്ന് മീഡിയയിൽ വാദിക്കാൻ ഒരാളുണ്ടായിരുന്നു. ഇപ്പം ഇന്ന് ഒരാൾ കുറച്ച് ദിവസമായിട്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണെന്നുകൊണ്ട് ഒരാൾ, പേര് ഞാൻ പറഞ്ഞ് ആക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു അഡ്വക്കേറ്റ് എന്നൊക്കെ പറയുന്ന ആൾ, അദ്ദേഹം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അല്പം തോന്നി, ഈ മനുഷ്യനെ പറഞ്ഞു വിട്ടതാരാ, എന്നാ പുള്ളി പറയുന്നത്, എന്താ പറയുന്നത്, അദ്ദേഹത്തിന് ബോധ്യമില്ല. കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണെന്നുകൊണ്ട് വന്നിരിക്കുകയാണ്. കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാനുള്ള ശക്തരായ ബഷീറിനെ പോലെയുള്ള, BRM ബഷീറിനെ പോലെയൊക്കെ ഉള്ള ആളുകളുള്ളപ്പം ഈ മനുഷ്യനെ ആരാ വിട്ടേക്കുന്നത്? അപ്പോൾ കോൺഗ്രസിനെ തകർക്കാനുള്ള ഒരു അജണ്ട കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ, ലീഡേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടെന്ന് എനിക്ക് ന്യായമായിട്ടുള്ള സംശയം വരുന്നുണ്ട്. ഇപ്പോൾ കൊടുത്തതായ പരാതി ആരാണെന്ന് അറിയത്തില്ല, നമ്മുടെ മുമ്പിൽ എന്ത് പരാതിയാണ് കൊടുത്തതെന്ന് അറിയത്തില്ല. പരാതി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പരാതിക്കാരി ആരാണെന്ന് അറിയത്തില്ല. കാരണം പരാതിക്കാരിയുടെ പേര് പറയാൻ പാടില്ലെന്നാണല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയാം, പരാതി കൊടുത്ത ആളുടെ പേര് എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. ഇന്ത്യൻ പീനൽ കോഡ് ലോ അനുസരിച്ച് സെക്സ്വൽ ആയിട്ടുള്ള ഒഫൻസിൽ മാത്രമേ, സെക്സ്വൽ ഒഫൻസ് ആണെങ്കിൽ, അങ്ങനെയുള്ള ഒരു ഒഫൻസ് ആണെങ്കിൽ മാത്രമേ പരാതിക്കാരിയുടെ പേര് വെളിപ്പെടുത്തരുത്, ഇരയുടെ പേര് വെളിപ്പെടുത്തരുതെന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ഇപ്പം നമുക്കറിയത്തില്ല ആരാണ് എന്ത് പരാതിയാണ് കൊടുത്തേ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഒന്നാമത്തെ എൻ്റെ ഒരു സംശയം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മീഡിയയൊക്കെ എന്ന് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ, ഭീഷണിപ്പെടുത്തിയെങ്കിൽ, അല്ല ഗർഭചിത്രത്തിന് നിയമിച്ചെങ്കിൽ, നിർബന്ധിച്ചെങ്കിൽ, അത് ഈ പെൺകുട്ടിക്കെന്നല്ല ഏത് പെൺകുട്ടികൾക്കും ഇന്നല്ല നാളെ ആയാലും അവർക്കത് പറയാവുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് നാട്ടിലുണ്ട്. ഇന്ന് സ്ത്രീകൾക്ക് ഒരുപാട് സുരക്ഷയുള്ള ഒരു സാഹചര്യമാണ്, പണ്ടത്തെ പോലല്ല. ഇന്ന് ജസ്റ്റ് ഒരു ഫോൺ എടുത്ത് വുമൻസ് സെല്ലിലോ അല്ലെങ്കിൽ വനിതാ കമ്മീഷനോ അതോ അല്ലെങ്കിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് വേണമെങ്കിലും രഹസ്യമായിട്ടോ അല്ലെങ്കിൽ മജിസ്ട്രേഷൻ്റെ അടുത്തോ ഒരു പരാതി കൊടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ആരെങ്കിലും ഒരാളെ ഒന്ന് ഫോഴ്സ് ചെയ്തു എന്ന് കരുതി ആ ഭീഷണിക്ക് വഴങ്ങുകയോ അല്ലെങ്കിൽ അതുകൊണ്ട് പേടിച്ചിരിക്കുകയോ 2 3 മാസം 4 മാസം കാലാവധി എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല.
ഇപ്പോൾ ഈ കേസിൽ തന്നെയാണെങ്കിൽ ഒരു യുവതി ഉണ്ടെന്നും പരാതിക്കാരിയുണ്ട് എന്നും നമ്മൾ ഈ വാട്സാപ്പ് ചാറ്റുകളൊക്കെ മീഡിയയിൽ കൂടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രിയാണോ എന്ന് പറയുന്നത്, വാർത്താ സമ്മേളനം നടത്തി പറയുന്നത് ആര് വന്നു കഴിഞ്ഞാലും അന്വേഷണം നടത്താം, എത്ര പേരുണ്ടെങ്കിലും പോരട്ടെ നമ്മുടെ എന്ന് പറഞ്ഞ് പരാതി ഇല്ലാതെ തന്നെ 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു ക്രൈംബ്രാഞ്ചിനെ അങ്ങ് നിയമിച്ചു. ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, പാട്ട വയ്ക്കാനുണ്ടോ, ഈ തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വരും, പഴയ പാത്രങ്ങൾ കൊടുക്കാനുണ്ടോ, അതിന് പകരം നമുക്ക് കപ്പലിൻ്റെ തരും. അവരിങ്ങനെ റോഡിൽ കൂടെ വിളിച്ചുകൊണ്ട് പോവുകയാണ്, പഴയ പാത്രങ്ങളുണ്ടോ, എന്ന് പറഞ്ഞിട്ട് പരാതിയുണ്ടോ. നമ്മുടെ കേരളം എത്രമാത്രം അതമ്പതിച്ചെന്ന് നമ്മൾ നോക്കണം. നമ്മുടെ സമൂഹം എത്രമാത്രം പുറകോട്ട് പോയി. പരാതി ഉണ്ടോ എന്ന് ഗവൺമെൻറ് തലത്തിൽ തന്നെ ചോദിക്കുകയാണ്. ഇതിനിടയ്ക്ക് നമ്മൾ വാർത്തയിൽ കേട്ടു, ന്യൂസ് മീഡിയ തന്നെയാണ് പറഞ്ഞത്, പരാതിക്കാരിയോട് പല പ്രാവശ്യം വിളിച്ച് ചോദിച്ചു, വനിതാ പോലീസ് ഓഫീസർ ചോദിച്ചു, പരാതി ഉണ്ടെങ്കിൽ എഴുതാ, ഞങ്ങൾ ശക്തമായിട്ട് മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞു. യുവതിക്ക് പരാതിയില്ല, കൊടുക്കാൻ തയ്യാറല്ല. എന്നാൽ ഈ 90 ദിവസവും നമ്മൾ കേട്ടിട്ട് പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ഒരു ആൾ എന്ത് ചെയ്യുന്നു, ഒരു പരാതിയായിട്ട് വരുമ്പോൾ വിദേശത്തിരിക്കുന്ന അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് സംശയം ഉണ്ടാകാം. സംശയമെന്നേ ഞാനിവിടെ പറയുന്നുള്ളൂ, കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഇനിയിപ്പോൾ പരാതി കൊടുത്തെന്ന് പറയുന്നത് ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്. അത് ക്ലിഫ് ഹൗസിലേക്ക് പോയി പരാതി കൊടുക്കാൻ വേണ്ടി അവിടെ ചെന്നു. അപ്പോൾ അവിടെ വെച്ച് പരാതി എടുത്താൽ അതിന് ബലം ഉണ്ടാകത്തില്ലെന്ന് കരുതി പെട്ടെന്ന് ഈ വാർദ്ധക്യമുള്ള പല പ്രശ്നങ്ങളുള്ള 80 വയസ്സ് കഴിഞ്ഞ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓടി എവിടേക്ക് വരുന്നു? ഓഫീസിലേക്ക് വരുന്നു. അവിടെ വന്ന് 3/4 മണിക്കൂർ ഇരുന്ന് ഈ യുവതിയുടെ പരാതി കേൾക്കുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിന് നന്ദി. നമ്മുടെ നാട്ടിൽ ഇനിയും ഇതുപോലെ യുവതികൾക്ക് പരാതി ഉണ്ടെങ്കിൽ പരസ്പരമായ ബന്ധത്തിൽ കൂടെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയ പരാതി ഉണ്ടെങ്കിൽ അതും ബഹുമാനപ്പെട്ട അവിടെയാണോ സ്വീകരിക്കുന്നത്, അതോ ഇനി ഒരു ലോക്കൽ പോലീസിലാണോ പരാതി കൊടുക്കേണ്ടത് എന്നുള്ളൊരു സംശയം ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. വാളയാർ കേസിൽ 2 പിഞ്ച് കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ച് അവർ തൂങ്ങി മരിച്ചപ്പോൾ ആ അന്വേഷണത്തിൽ ഇത്രമാത്രം ജാഗ്രതയൊന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ സമരം നടത്തി രാഹുലിൻ്റെ ഓഫീസിൻ്റെയൊക്കെ അടുത്ത് പോയി ബഹളം ഉണ്ടാക്കുന്ന ആളുകളുടെ അടുത്തു നിന്നോ ഉണ്ടായിട്ട് ഞാൻ കണ്ടില്ല. ഇനി നിങ്ങൾ കണ്ടോന്നും അറിയത്തില്ല. ഇപ്പം മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി കൊടുക്കണമെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ സാധാരണപ്പെട്ട ഒരാൾക്ക് ഓടിപ്പോയി അങ്ങോട്ട് കയറി ചെന്ന് പരാതി കൊടുക്കാൻ പറ്റുമോ? അതിനനുസരിച്ചുള്ള സ്വാധീനം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. ഇപ്പം എനിക്കിപ്പം അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കിപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി ഒരു പരാതി കൊടുക്കാൻ പറ്റുമോ? ഒരു അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ ഇവിടെ പരാതി കൊടുക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഡയറക്റ്റ് എങ്ങനെയാണ് അവിടെ പോകുന്നു, മുഖ്യമന്ത്രി DGPക്ക് ആ പരാതി കൈമാറുന്നു, DGP ഉടനെ അത് അന്വേഷണ ചുമതലയുള്ള ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു, അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതലയുള്ള ആൾക്ക് കൈമാറുന്നു. അതിനുശേഷം അതിൻ്റെ നല്ല കാര്യം, അത് അന്വേഷിക്കുന്നത് നല്ലതാണ്. അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുമെന്നാണ് എൻ്റെയും വിശ്വാസം. അത് പരാതി കൊടുത്ത ആൾക്കും രാഹുൽ മാങ്കൂട്ടത്തിനും 2 പേർക്കും ഗുണമായിട്ട് വരുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ 3 മാസമായിട്ട് നമ്മൾ കേൾക്കുന്നതായ വാട്സാപ്പ് മീഡിയയിൽ കാണുന്ന വാട്സാപ്പ് ചാറ്റുകൾ, അതുപോലെ തന്നെ ഓഡിയോ സന്ദേശങ്ങൾ, ഇത് രാഹുലിൻ്റെതാണെന്ന് രാഹുൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു റെസ്പോൺസ് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇന്ന് ആർക്കും ഏത് വിധത്തിലും ഓഡിയോകളോ ചാറ്റുകളോ ഉണ്ടാക്കാം എന്ന് ഞാൻ ഉണ്ടാക്കാം. ഇതങ്ങനെയാണെന്നല്ല പറയുന്നത്. ഒരാൾക്കെതിരെ ഒരു കേസ് ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് വ്യാജരേഖകളും ഒക്കെ ഉണ്ടാക്കുന്ന, അല്ലെ ചാറ്റുകളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് ജെന്യൂൻ ആണോ എന്ന് അന്വേഷണ ഏജൻസികൾ അതിൻ്റെ ഡീപ്പായിട്ട് പോയിട്ട് അതിൻ്റെ ആ നമ്പറുകളിലുള്ള ചാറ്റുകൾ നോക്കി അവരതിൻ്റെ വാട്സാപ്പിനെയോ എല്ലാം കോണ്ടാക്ട് ചെയ്ത് അതിൻ്റെ ജെന്യൂനിറ്റി മനസ്സിലാക്കി അത് കോടതിക്ക് പ്രസൻറ്റ് ചെയ്ത്, കോടതി പറയുമ്പോഴല്ലേ അത്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തന്നെ പറയാം ഇതെൻ്റെതായിട്ടുള്ള വോയിസാണ്, അതിൻ്റെ വാക്യം കൂടെ ഉണ്ട്, അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് പുറത്തു വിടാം. ഇപ്പോൾ അദ്ദേഹത്തിന് മാത്രമേ വന്നുള്ളൂ. ഈ 3 മാസമായിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചത് ഈ ചാറ്റുകൾ 2 സാധ്യതയാണ്. ഒന്ന്, ഇത് ആരെങ്കിലും ചമച്ചുണ്ടാക്കിയതായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ നമ്പറിൽ നിന്ന് ആരെങ്കിലും ചോർത്തി മീഡിയയ്ക്ക് കൊടുത്തതാണോ, ഈ പെൺകുട്ടിയാണ് ഇത് കൊടുത്തതെന്നുള്ള ഒരു സംശയമേ എനിക്ക് ഇന്ന് വരെ ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് പരാതി പോയപ്പോഴാണ് ഈ പരാതി കൊടുത്ത ആളും ഈ മീഡിയയിൽ കൂടെ നമ്മൾ കണ്ട വാട്സാപ്പിലെ ചാറ്റിൽ ഉള്ള പെൺകുട്ടി രണ്ടും ഒരാളാണെങ്കിൽ അത് ഞെട്ടലോണാണ് ഞാൻ കേട്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബന്ധം ഇവർ തമ്മിൽ എനിക്ക് മനസ്സിലായത് ഇറ്റ് വാസ് എ
നാച്ചുറൽ റിലേഷൻഷിപ്പ്. ഇന്നലെ തന്നെ അഡ്വക്കേറ്റ് ദീപ അതുപോലെ തന്നെ രാഹുൽ ഈശ്വർ അവരൊക്കെ പറയുന്നത് കേട്ടു. ഈ പറയുന്ന പരാതിക്കാരി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ചാറ്റിങ്ങിൽ ഉള്ള പെൺകുട്ടി 2024 ഓഗസ്റ്റ് മാസം വിവാഹം കഴിച്ച ആളാണെന്ന് പറയുന്നു. അത് ഞാൻ സത്യത്തിൽ ഞെട്ടലോടാ കേട്ടെ. കാരണം 2024 വിവാഹം കഴിച്ച ഒരു പെൺകുട്ടി ആണെങ്കിൽ അവരെന്തിനാണ് അദ്ദേഹത്തിൻ്റെ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് വേറൊരു ബന്ധത്തിന് വേണ്ടി ശ്രമിക്കുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ മുമ്പ് കേട്ടിട്ടുള്ളത് അതൊരു വഴിപഴച്ച ബന്ധമാണെന്നാണ് നമ്മുടെ സമൂഹം അതിനെ അങ്ങോട്ട് മാനിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ എനിക്കറിയത്തില്ല. വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ വിവാഹം കഴിച്ച ഒരു സ്ത്രീ അതിന് പരപുരുഷ ബന്ധമെന്നാണ് പറയുന്നത്. അവർ പറഞ്ഞത് ശരിയാണെങ്കിൽ. അപ്പോൾ അതെങ്ങനെയാണ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് രാഹുൽ മങ്കൂട്ടത്തിലുമായിട്ട് ഉണ്ടായെങ്കിൽ ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. രാഹുൽ അത് അറിയത്തില്ലായിരുന്നു. ഒരു പെൺകുട്ടിയായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് വിവാഹത്തിലേക്ക് പോകാമെന്നുള്ള ജെന്യൂൻ അപ്രോച്ചായിരുന്നു. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഇനി ഏതായാലും ഇവർ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് നമ്മുടെ ഇന്ത്യൻ ന്യായ വ്യവസ്ഥകളനുസരിച്ച് രണ്ടുപേര് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉള്ളതോ ചാറ്റ് ചെയ്യുന്നതോ തെറ്റാണെന്ന് ഇന്ത്യൻ നിയമം അനുസരിച്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ വാട്സാപ്പ് ചാറ്റ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവർ തമ്മിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ധാരണ അനുസരിച്ചുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം അനുസരിച്ചുള്ളതായ ഡിസ്കഷനാണ് അവിടെ നടക്കുന്നത്. അതിനകത്ത് ഞാൻ കേട്ടിടത്തോളം ഒരു പരസ്പര ധാരണയോടുകൂടിയുള്ള ബന്ധമാണെന്നാണ് എനിക്ക് മനസ്സിലായത് ആ ഓഡിയോ ചാറ്റുകളൊക്കെ കേട്ടപ്പോൾ. ഇനി അവളെ വിവാഹിതയായിരുന്നെങ്കിൽ അത് ഈ ദീപയും അതുപോലെ തന്നെ രാഹുൽ ഈശ്വരും ഒക്കെ പറയുന്ന മീഡിയ കൂടെ ഞാൻ വായിച്ചറിഞ്ഞാണ്. അത് 2024 ഓഗസ്റ്റിൽ ഈ പരാതി കൊടുത്ത പെൺകുട്ടിയാണെങ്കിൽ സെയിം ആ ചാറ്റിലുള്ള ആളും ഈ പരാതി കൊടുത്ത ആളും ഒരാൾ തന്നെയാണെങ്കിൽ രാഹുലിനെ അല്ലെങ്കിൽ അവരുടെ ഭർത്താവിനെ ആ പെൺകുട്ടി വഞ്ചിക്കുകയല്ലേ ചെയ്തത്? അതെങ്ങനെയാണ് ഒരു ലൈംഗിക പീഡനമാകുന്നത്? അതെങ്ങനെയാണ്? ഇനി അതിനകത്തൂടെ ആ ബന്ധത്തിൽ കൂടെ ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആയെങ്കിൽ അവർക്ക് ഭർത്താവുണ്ടെങ്കിൽ ഇത് ആരാണ് ഈ ഗർഭത്തിന് ഉത്തരവാദിയെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് കേസ് അല്ലേ? എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? ഇനി മറുഭാഗത്ത് ഇതൊരു ജെന്യൂൻ പരാതിയാണ്. കേട്ടതനുസരിച്ച് ഈ പെൺകുട്ടി യുടെ വാദം ഇദ്ദേഹം ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു. കല്യാണം കഴിച്ച ആളാണ്, അപ്പോൾ തന്നെ എന്നാലും വീണ്ടും വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തെ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. അതിനുശേഷം ഗർഭഛിദ്രത്തിന് ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് വാദമെങ്കിൽ അത് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ, ആ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക. എന്തുകൊണ്ട് അത് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പരാതി കൊടുത്തതിൻ്റെ തൊട്ട് തന്നെ, അത് മാത്രമല്ല ഈ ചാറ്റുകളൊക്കെ മീഡിയയ്ക്ക് കൊടുത്തില്ലേ? കൊടുക്കാൻ ധൈര്യം ഉണ്ടായല്ലോ. ഇദ്ദേഹത്തെ പേടിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെങ്കിൽ ഈ ചാറ്റുകളും ഓഡിയോയും മീഡിയയ്ക്ക് കൊടുത്തത് അദ്ദേഹത്തെ പബ്ലിക്കിൽ ഇട്ട് വലിച്ചു കീറിയില്ലേ മീഡിയ? അപ്പോൾ എന്ത് ധൈര്യമായിരുന്നു അത് കൊടുക്കാൻ? പേടിയുള്ള ഒരാളാണെങ്കിൽ, പോലീസിൽ പരാതി പറയാനും ഭയമുള്ള ഒരാളാണെങ്കിൽ ഇത് മീഡിയയ്ക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇതൊക്കെ എൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഒരു സംശയമാണ്. ഇനി അഡ്വക്കേറ്റ് ജോർജ് പുത്തോട്ട്, അദ്ദേഹത്തെ നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹമാണ് ഈ കാര്യങ്ങൾ നോക്കുന്നത്. അതായത് രണ്ടുപേർ ഇന്ത്യയുടെ നിലനിൽക്കുന്ന, ഞാനൊരു അഡ്വക്കേറ്റ് അല്ല, പക്ഷേ നിലനിൽക്കുന്ന പ്രൈവസി ആക്ട് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. രണ്ടുപേരുടെ സ്വകാര്യ സംഭാഷണം, പ്രൈവറ്റ് ചാറ്റ്, അത് മീഡിയയിൽ പബ്ലിഷ് ചെയ്യാൻ, അവരുടെ രണ്ടുപേരുടെ അനുവാദമില്ലാതെ മീഡിയയിൽ പബ്ലിഷ് ചെയ്യാൻ ഇന്നത്തെ ഇന്ത്യൻ നിയമം അനുവദിക്കുന്നില്ല. സംശയമുള്ളൂ. രാഹുൽ ഈശ്വരൊക്കെ ഇത് ക്ലിയറായിട്ട്, നിങ്ങൾ നിയമം പഠിച്ചാണല്ലോ, ക്ലിയറായിട്ട് പറയേണ്ടതാണ്. അതുപോലെ തന്നെ സുനിൽ സാറിൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഒരുപാട് അഡ്വക്കേറ്റ്സ് ഉണ്ട്. അപ്പോൾ അവരിൽ ഒരാളെ വിളിച്ചിരുത്തി ഒരു അഭിമുഖത്തിൽ കൂടെ ഇത് ചോദിച്ച് ഒന്ന് പ്രേക്ഷകരുടെ സംശയത്തിന് വേണ്ടി ഒന്ന് പറയുന്നത് നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഞാൻ മനസ്സിലാക്കിയതുപോലെ IPC 499 മാനനഷ്ടം, ഡിഫമേഷൻ, ഒരു വ്യക്തിയുടെ പ്രൈവറ്റ് ചാറ്റ് അല്ലെങ്കിൽ സ്വകാര്യ സംഭാഷണങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ IPC 499 പ്രകാരം അത് മാനനഷ്ടക്കുറ്റം ചുമത്താവുന്ന, രാഹുലിന് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാവുന്ന ഒരു ഒഫൻസാണ്. അതിന് IPC 500 അനുസരിച്ച് പരമാവധി 2 വർഷം തടവ്, പിഴ അല്ലെങ്കിൽ രണ്ടും കൂടെ ലഭിക്കാവുന്ന കുറ്റമാണ് നമ്മുടെ ന്യായവിധി അനുസരിച്ച്, നീതിന്യായ വിധി അനുസരിച്ച്. ഇനി അത് മാത്രമല്ല, IT ആക്ട്
72 ബ്രീച്ച് ഓഫ് പ്രൈവസി, സ്വകാര്യ ഇലക്ട്രോണിക് വിവരങ്ങൾ അനുമതിയില്ലാതെ പുറത്തുവിടുന്നത് 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. ഇന്ത്യയിലെ IT ആക്ട് 72A ഡിസ്ക്ലോഷർ വിത്തൗട്ട് കൺസെൻറ്റ്, ഒരു വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങൾ അനുമതിയില്ലാതെ അവൻ്റെ സമ്മതമില്ലാതെ പുറത്തുവിടുന്നത് 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. മീഡിയക്കാർ ഇത് മനസ്സിലാക്കണം. ഇത് ഈ 2 പേരുടെ സംഭാഷണം അവർ 2 പേരും കൂടെ സമ്മതിച്ചെങ്കിൽ മാത്രമേ ഇത് കൊടുക്കാൻ പറ്റൂ. ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പം നാളെ എനിക്കിപ്പം ഒരാളെ അങ്ങ് കരി തേക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആളുമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ബന്ധം സ്ഥാപിക്കുന്നു, അതിനകത്ത് കുറച്ച് ചാറ്റുകൾ ഉണ്ടാക്കുന്നു, അതിൻ്റെ സ്ക്രീൻഷോട്ടെല്ലാം എടുത്തു വെക്കുന്നു, നാളെ അതിൻ്റെ വീഡിയോ എടുത്തു വെക്കുന്നു. അതിനുശേഷം ഒരു അവസരത്തിൽ ഞാൻ തന്നെ അങ്ങ് ഇത് മീഡിയയ്ക്ക് കൊടുക്കുകയാണ്. ആ ഒരു പബ്ലിക്കായിട്ട് നിൽക്കുന്ന ഒരു ഫിഗറാണെന്നിരിക്കട്ടെ, ആ സ്ത്രീയുടെ മാനം അവിടെ പോവുകയല്ലേ ചെയ്യുന്നത്. ഒരു പബ്ലിക് ഫിഗർ ആണെങ്കിൽ ഒരു 6 months അല്ലെങ്കിൽ 1 year റിലേഷൻഷിപ്പ് നടത്തിയതിന് ശേഷം ആ ചാറ്റുകളെല്ലാം, അത് ഭയങ്കര തെറ്റല്ലേ? നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും നീതി വേണം, ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും നീതി വേണം. അതാ ഞാൻ പറയുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ റൈറ്റ് ടു പ്രൈവസി ഈ 3 മാസം ഈ ചാറ്റുകൾ പുറത്ത് വിട്ട് ഒരു മനുഷ്യനെ, അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, അദ്ദേഹം കേസ് കൊടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അദ്ദേഹം കേസ് കൊടുത്താലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം കേസ് കൊടുത്താൽ ഈ പരാതി പറഞ്ഞതായ അല്ലെങ്കിൽ ഈ ചാറ്റുകൾ പുറത്ത് വിട്ട പെൺകുട്ടിയുടെ പേര് പുറത്ത് വരും. അദ്ദേഹത്തിൻ്റെ മാന്യത അതിനെ അനുവദിച്ചില്ല. അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഒരു ജെന്യൂനായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു ചാറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. അതിപ്പം എല്ലാവർക്കും ഉണ്ടാകുന്നില്ല. നമ്മുടെ VD സതീശനെ കുറിച്ച് തന്നെ ഒരു വീഡിയോ വന്നല്ലോ, പറവുള്ളൊരു സ്ത്രീ അല്ലേ അത് പറയുന്നത്. അവർക്കൊരു ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ജോലി ചെയ്ത ആളുടെ ഭാര്യയുടെ അടുത്ത് എപ്പോഴും അദ്ദേഹം ചെല്ലുമായിരുന്നൊക്കെ ഒരു വീഡിയോ കൂടെ പറഞ്ഞല്ലോ. അതിന് പുള്ളി മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ. അദ്ദേഹത്തോട് ആരും ചോദിച്ചതുമില്ല, മീഡിയക്കാരും ചോദിച്ചതുമില്ല. ഒരു സ്ത്രീ പറഞ്ഞത് നമ്മൾ പബ്ലിക് മീഡിയയെ കണ്ട കാര്യമാണ് ഞാനീ പറയുന്നത്. അത് കഴിഞ്ഞ മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മറുപടി പറയേണ്ടതും അതുപോലെ തന്നെ നേതൃസ്ഥാനത്തും അദ്ദേഹം മാറി നിൽക്കേണ്ടതാണ് ആ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ, പറവൂരിൽ നിന്ന് വന്ന എല്ലാ വീഡിയോകളുടെ അടിസ്ഥാനത്തിൽ. അല്ലാതെ രാഹുലിനെ മാത്രം ക്രൂശിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ രാഹുലിനെതിരെ എന്തെങ്കിലും ചാറ്റോ കാര്യങ്ങളോ ആശയം വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നു, VD സതീശനെതിരെ നടപടിയെടുക്കുന്നില്ല. അത് ഇരട്ട നീതിയല്ലേ? അത് ശരിയല്ല. അത് മാത്രമല്ല, പ്രൈവസിയെക്കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത്. കേരള പോലീസ് ആക്ട് അനുസരിച്ച് അന്വേഷണ രേഖകൾ മാധ്യമങ്ങളിൽ ചോർന്നു പോയാൽ അതും നിയമലംഘനമാണ്. അത് പോലീസിനും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുമ്പോൾ അത് മാധ്യമത്തിന് ചോർത്തി കൊടുക്കാൻ പാടില്ല, അത് തെറ്റാണ്. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കെ ഈ രാഹുലിൻ്റേതെന്ന് പറഞ്ഞ് പുറത്തു വരുന്നതായ സംഭാഷണം അത് അഡ്വക്കേറ്റ് ജോലി സാർ പരിശോധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്ക് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട്, കേരളത്തിൻ്റെ സമൂഹത്തോട് പറയാനുള്ളത്, ഇതൊരു ജെന്യൂൻ പരാതിയാണെങ്കിൽ ആ പരാതിക്കാരുടെ കൂടെ ഞാൻ നിൽക്കുന്നു. അല്ല, ഇത് രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ചിലർ ചേർന്നുള്ള ഒരു ഗൂഢാലോചനയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരപ്പൻ നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനോട് ചെയ്യുന്ന തെറ്റാണ്. എനിക്ക് കോൺഗ്രസിൻ്റെ നേതാക്കളോട്, ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ട്, പറയാനുള്ളത്, മുകേഷിൻ്റെ എതിരെ, കൊല്ലം MLA ആയ മുകേഷിനെതിരെ പരാതിക്കാരി ഉണ്ടായിരുന്നു. അവർ മീഡിയയുടെ മുമ്പിൽ വന്നു, അവരെ നമ്മൾ കണ്ടു, അവർ പരാതി കൊടുത്തു, പോലീസ് കേസെടുത്തു, അറസ്റ്റ് ചെയ്തില്ല, കേസെടുത്തു. അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കണ്ടാണ്, മീഡിയക്കാരൊക്കെ അതിന് വാർത്ത കൊടുത്തു. അപ്പോൾ അദ്ദേഹം പുറത്ത് MLA സ്ഥാനം രാജിവെക്കണമെന്ന് എന്ത് ചെയ്തു? സമരങ്ങളുണ്ടായി, ആവശ്യങ്ങളുണ്ടായി. കേസെടുത്തു കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ, ബഹുമാനപ്പെട്ട ഗോവിന്ദൻ, അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹം ഒരു അധ്യാപനൊക്കെയാണെന്ന് എൻ്റെ വിശ്വാസം, നല്ല ബഹുമാനം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ അദ്ദേഹം ഇന്ന് പറഞ്ഞ ഒരു പ്രതികരണം എന്നെ ഞെട്ടിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞത്, എന്തിന് MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തിനെതിരെ എന്തിന് ഒരു പ്രശ്നവുമില്ല, രാജിവെക്കുന്ന പ്രശ്നമില്ല, അദ്ദേഹം ഇനി തെറ്റിയതില്ല എന്ന് കോടതി വിധിച്ചു കഴിഞ്ഞാൽ അന്നേരം ഇനി തിരിച്ചു വരാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞ മനുഷ്യൻ ഇന്ന് പറയുകയാണ് ഇനി ഒരു നിമിഷം പോലും MLA ആയിട്ടിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് യോഗ്യതയില്ല എന്ന് ഇദ്ദേഹം പറയുകയാണ്. അപ്പോൾ അന്ന് മുകേഷിന് വേണ്ടി ഗോവിന്ദൻ ഡിഫൻസ് ഒരുക്കിയെങ്കിൽ, അദ്ദേഹത്തിന് വേണ്ടി നിന്നെങ്കിൽ, ഇന്ന് കോൺഗ്രസിന് വേണ്ടി നിന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില പരാതി പറഞ്ഞപ്പോൾ അത് കോൺഗ്രസിന് വേണ്ടി ശക്തമായിട്ട് മീഡിയയിലും അല്ലെ പ്രചരണത്തിലുമൊക്കെ നിന്ന ചെറുപ്പക്കാരായിരുന്നല്ലോ. ആ മനുഷ്യന് വേണ്ടി സംസാരിക്കാൻ ആരുണ്ട്? ഇന്ന് കെ മുരളീധരൻ എന്താ പറഞ്ഞത്? പന്ത് പിണറായിയുടെ കോർട്ടിലാണ്. എല്ലാവരും കൈയൊഴിഞ്ഞില്ലേ? KA മുരളീധരൻ കൈവിട്ടു. അടൂർ പ്രകാശ് മാത്രമാണ് സത്യം വിളിച്ചു പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്
ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ വ്യാജ പരാതികൾ വരുന്നത് സ്വാഭാവികമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു 7 പ്രാവശ്യമാണ് അദ്ദേഹം നിയമസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. ഈ 7 പ്രാവശ്യം അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതികൾ ഉണ്ടായെന്ന് അദ്ദേഹം അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഒരു MLA സ്ഥാനത്താണ് അദ്ദേഹം മത്സരിക്കുന്നത് ഓർക്കണം. 7 പ്രാവശ്യം അദ്ദേഹത്തിനെതിരെ ഒരുപാട് കേസുകൾ ഉണ്ടായെന്ന്. അങ്ങനെയുള്ളൊരു കേരളത്തിലാണ് നമ്മുടെ സമൂഹം സുനിൽ ഒരു വല്ലാത്ത രീതിയിലാണ് പോകുന്നത്. ഇന്നലെ സുനിൽ 1.5 മണിക്കൂർ ലൈവ് നടത്തിയപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ സത്യത്തിൽ നിങ്ങളുടെ ആ ജേർണലിസ്റ്റ് ആ കഴിവിനെയും നിങ്ങളുടെ ഷാർപ്പ് തിങ്കിങ്ങിനെയും ക്വസ്റ്റനെയും ഞാൻ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. കാരണം ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചത്. നിങ്ങൾ വെർഡിക്റ്റിലെത്തിയില്ല, നിങ്ങൾ ചോദ്യങ്ങളാണ് ചോദിച്ചത്. ചോദ്യങ്ങൾ ആർക്കും ചോദിക്കാം, സംശയങ്ങൾ ചോദിക്കാം. നമ്മൾ വെർഡിക്റ്റിൽ കോടതി വിധി വരുന്നത് വരെ അന്വേഷണം നടക്കട്ടെ. നമ്മൾ അന്വേഷണ ഏജൻസിയെ അവർ ജെന്യൂനായിട്ട് അന്വേഷണം നടത്തുന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ആ പരാതി പറഞ്ഞ പെൺകുട്ടി അത് ജെന്യൂൻ പരാതിയാണെങ്കിൽ നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കണം. അപ്പോൾ തന്നെ മറുഭാഗത്ത് രാഹുൽ എന്ന് പറയുന്ന വ്യക്തിക്കും റൈറ്റ് ഉണ്ട്. ഹി ഹാസ് റൈറ്റ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് കോടതി അന്വേഷണത്തിൽ കൂടെ പരിശോധിച്ച് വിധിക്കുന്നത് വരെ. നമ്മുടെ ഇന്ത്യയിലെ നിയമം എന്ന് പറയുന്നത് 10,000 കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോയാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുന്ന നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുള്ള ഈ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ ആരും രാഹുലിന് ഒരു കവചം ഒരുക്കുന്നില്ല. ഇടതുപക്ഷമാണെങ്കിൽ കിട്ടിയ അവസരം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിൻ്റെ ഓഫീസ് തകർക്കാൻ വേണ്ടി DYFIക്കാർ പോകുന്നു. മീഡിയയിലെല്ലാം വന്നിരുന്ന ആളുകൾ ശക്തമായിട്ട് രാഹുലിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു. രാഷ്ട്രീയ നിരീക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് BJPക്ക് എപ്പോഴും സപ്പോർട്ട് പറയുന്ന ഒരാളുണ്ട്, പുള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല. നിരീക്ഷണം കൊണ്ടാണ് വരുന്നത്, രാഷ്ട്രീയ നിരീക്ഷകൻ. കണ്ണാടിയൊക്കെ ഇട്ട് വന്നിരിക്കും. പക്ഷേ BJPക്ക് വേണ്ടി പാലക്കാട് BJP തോക്കുമെന്നുള്ള തോന്നൽ വന്നപ്പോഴത്തേന് പുള്ളി രാഹുലിനെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് ശരിയല്ല. ആ പെൺകുട്ടിക്ക് നീതി ഉണ്ടെങ്കിൽ രാഹുലിന് നീതിയുണ്ട്. അദ്ദേഹത്തിന് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ഈ ആൾസോ ഹാസ് റൈറ്റ്. ഇപ്പോൾ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് 2 പേര് തമ്മിലുള്ള ബന്ധം അവരുടെ പരസ്പര സമ്മതത്തോടു കൂടിയാണെങ്കിൽ അത് തെറ്റില്ലെന്ന് സുപ്രീം കോടതിയല്ലേ പറഞ്ഞത്. ഇനി 24 വീക്സ് വരെയുള്ളതായിട്ടുള്ള പ്രഗ്നൻസി പരസ്പര സമ്മതത്തോടു കൂടെ അബോർട്ട് ചെയ്യുന്നതിന് തെറ്റില്ലെന്ന് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല അതിനെ. പക്ഷേ ഇന്ത്യയിലെ നിയമം ഞാൻ പറയുന്നത്. അങ്ങനെ നിയമം ഉള്ളിടത്ത് എന്തിനാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ ഇട്ട് ക്രൂശിക്കുന്നത്? അതിൻ്റെ ജെന്യൂനിറ്റി, സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ. ഇനി ഇതിനകത്ത് നേട്ടമുള്ള ആർക്കാണെന്നറിയാമോ? ശബരിമല ഇഷ്യൂ, അതിന് ശക്തമായിട്ട് സമരം നടത്തി മുമ്പോട്ട് പോകേണ്ട കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, അവർ ഇപ്പം നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ ഇടതുപക്ഷത്തിൻ്റെ ടോപ്പ് ലീഡേഴ്സിനെ ആ കേസ് അനുസരിച്ച് ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള SIT ചോദ്യം ചെയ്ത് നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു കേസിൽ CPM നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ജയിലിലായ സംഭവം നമ്മുടെ ജീവിതകാലത്ത് ഒരു മോഷണം സംബന്ധിച്ച് കേട്ടിട്ടുണ്ടോ? ഇതൊന്നും LDF നേതാക്കന്മാരറിയാതെ ഈ ടോപ്പ്, അതായത് അടുത്ത അന്വേഷണം ചെല്ലുന്നത് കടകംപള്ളി സുരേന്ദ്രനിലേക്കാണെന്നാണ് പറയുന്നത്. അദ്ദേഹം ആണെന്നാണ് മീഡിയ പറയുന്നത്. പത്മകുമാർ, വാസു, ഇങ്ങനെയുള്ള ആളുകളെല്ലാം അവർക്ക് എതിരെ ചോദ്യങ്ങളുണ്ടാകുന്നു. അവരെ പത്മകുമാറിനെയും വാസുവിനെയും അറസ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം LDFൻ്റെ ടോപ്പ് ലീഡേഴ്സ് അറിയാതെയാണ്. കാരണം അവർ ദൈവം പോലെ കാണുന്ന ആളുകൾ അറിയാതെയാണെന്ന് പറഞ്ഞ് ആരാ വിശ്വസിക്കുന്നത്? അപ്പം ഈ കിട്ടിയ അവസരം മുതലാക്കി സർക്കാരിനെതിരെ ശക്തമായ പ്രചരണം അഴിച്ചുവിട്ട് അവരുടെ മുഖംമൂടി അഴിച്ചിടാൻ കോൺഗ്രസ്സിന് കിട്ടിയതായ നല്ലൊരവസരം അത് കളഞ്ഞു കുളിച്ചിട്ട് ഇപ്പോൾ അറ്റൻഷൻ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിലേക്കായില്ലേ? ഇന്ന് VD സതീശൻ ചിരിച്ചുകൊണ്ട് നടന്നു പോകുന്നതുണ്ട്. കാരണം അദ്ദേഹമാണ് ഈ വിഷയം പൊക്കിക്കൊണ്ട് വന്നത്. അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹമുള്ള പെൺകുട്ടിയാണ് ആദ്യം വിഷയം പറഞ്ഞത്. അന്ന് തന്നെ വൈകിട്ട് എന്ത് ചെയ്തു? മീഡിയയിലെല്ലാം ഓഡിയോ വന്നു. അതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു. VD സതീശൻ്റെ ഒരു അറിവോടുകൂടെയാണ് ഈ വിഷയം, രാഹുലിനെതിരെയുള്ള വിഷയം വന്നതെന്ന് പല അഭിമുഖങ്ങളിൽ ഇതിൽ ഞാൻ കേട്ടു. ആണോ അല്ലയോ എന്ന് അത് നാളെ കാലം തെളിയിക്കും, എനിക്കറിയില്ല. അപ്പോൾ ഒന്നാമത് ഈ ഒരു പരാതി കൊണ്ട് നേട്ടം ഉണ്ടാകാൻ പോകുന്നത് LDF സർക്കാരിനാണ്. കാരണം ഈ മീഡിയ ഇന്ന് നിങ്ങൾ നോക്കിക്കോ, ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം ഇനി ഒരു 2-3 ആഴ്ചത്തേക്ക് ഈ കേസ് തീരുന്നിടം വരെ ഇത് തന്നെയായിരിക്കും വാർത്ത. പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഞാനിന്ന് 24-ൻ്റേതായിട്ടുള്ള ന്യൂസ് അവർ കണ്ടു, മനോരമയുടെ ന്യൂസ് അവർ കണ്ടു, അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് കണ്ടു. ഇതിനകത്തെല്ലാം കഷ്ടം തോന്നി. കാരണം രാഹുൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മീഡിയക്കാരാകുമ്പോൾ 2 ഭാഗവും ചോദിക്കേണ്ടതല്ലേ? ഒരാളെ മാത്രം അങ്ങ് ക്രൂശീകരിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെക്കുറിച്ചൊന്നും പറയരുത്, അദ്ദേഹം
അതിജീവിതയാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ യു നീഡ് ടു പ്രസൻറ്റ് ബോത്ത് ഫാക്ട്സ്. അതല്ലേ ചെയ്യേണ്ടത്. ഒരാളെ മാത്രം അങ്ങ് കോടതി വിധിക്കുന്നതിന് മുമ്പ് ക്രൂശിക്കുന്നത് ശരിയാണോ? തെറ്റാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നേട്ടം ഉണ്ടാകുന്നു, വി ഡി സതീശനും അതുപോലെ തന്നെ രാഹുലിനെ എതിർക്കുന്നവർക്കും നേട്ടം ഉണ്ടാകുന്നു. കാരണം ആരാണോ രാഹുൽ അല്ലെങ്കിൽ ഷാഫി ഇങ്ങനെയുള്ള യുവ നേതൃത്വം വളർന്നു വന്നു കഴിഞ്ഞാൽ അതിൽ അല്ലെങ്കിൽ ഈ ശശി തരൂരിനെ പോലുള്ളവർ മുമ്പോട്ട് വന്നാൽ കെ സുധാകരനെ ഒതുക്കിയതുപോലെ വളർന്നു വരുന്ന ലീഡേഴ്സിനെ ഒതുക്കുന്ന ഒരു ശുഷ്കിച്ച ലീഡർഷിപ്പ് കോൺഗ്രസ്സിന് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് വളർന്നു വരുന്ന അടൂർ പ്രകാശ്, വളർന്നു വരുന്ന ഷാഫി പറമ്പിൽ, ചാണ്ടി ഉമ്മൻ, അതുപോലെ തന്നെ ശ്രീകണ്ഠൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയുള്ളവരുടെ ശക്തി പിടിഞ്ഞ് ക്ഷയിപ്പിച്ചെങ്കിൽ മാത്രമേ ഉണങ്ങി മുരടിച്ച് മേളിൽ നിൽക്കുന്ന ഒരു ഗുണമില്ലാത്ത, കാരണം അവർ നിൽക്കുന്നിടത്തോളം അവരുടെ മുഖമുള്ളത് ജനം വോട്ടും ചെയ്യത്തില്ല. അടുത്ത ഒരു പിണറായി, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു പിണറായി 3.0 ഇത് ഉറപ്പാണ്. അതിനുവേണ്ടിയുള്ള പുറപ്പാടാണ് കോൺഗ്രസ് ലീഡേഴ്സെ നിങ്ങൾ കാണിക്കുന്നത്. രാഹുലിന് വേണ്ടി നിങ്ങൾ നിന്നില്ല. കാരണം നിങ്ങൾ നോക്കുക, ഈ പരാതിയെല്ലാം നേരത്തെ വന്നതല്ലേ, വന്നിട്ടും അദ്ദേഹം പാലക്കാട് ചെന്നപ്പോൾ കണ്ടോ, എനിക്ക് സത്യത്തിൽ അസൂയ തോന്നി. കാരണം എത്ര സ്നേഹത്തോടെ അവിടുത്തെ അമ്മമാർ, ഈ ഓഡിയോ എല്ലാം പുറത്ത് വന്നതിന് ശേഷമാണെന്ന് ഓർക്കണം, അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷമാണ് പാലക്കാടുള്ള അമ്മമാർ, സഹോദരിമാർ രാഹുലിൻ്റെ മുഖം കാണുമ്പോൾ ഓടിച്ചെല്ലുകയാണ്. സീമാജി നായർ, സിനിമാ ലോകത്തുള്ള സീമാജി നായരെ പോലുള്ളവർ, അഡ്വക്കേറ്റ് ദീപ, അവരൊക്കെ നല്ല മൊറാലിറ്റി സൂക്ഷിക്കുന്ന സ്ത്രീകളാണ്. അവരെയൊക്കെ ആക്ഷേപിക്കുന്നുണ്ട് മീഡിയയിൽ നിന്ന്. കഷ്ടമാണ്. അതുപോലെ അഡ്വക്കേറ്റായ രാഹുൽ ഈശ്വര് തിന്മ കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ സിംഹം പോലെ ചാടി വീഴുന്ന ആളാണ് സുനിൽ സാർ. എനിക്ക് നന്നായിട്ട് അറിയാം, വിടുന്ന ആളല്ല പുള്ളി. പക്ഷേ ഇതിനകത്ത് ഒരല്പം നീതി ഉണ്ട്. അദ്ദേഹം, ഞാൻ സുനിൽ സാറോട് സംസാരിച്ചായിരുന്നു. അദ്ദേഹം പറഞ്ഞു ചില ജാഗ്രത കുറവ് രാഹുലിന് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. പക്ഷേ അദ്ദേഹം രാഹുലിന് സപ്പോർട്ട് കൊടുക്കാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വേണ്ടി ശക്തനായ ഒരു ലീഡറായിട്ട് നാളെ വന്ന് നന്മ ചെയ്യാൻ സാധ്യതയുള്ള ആളാണെന്നും അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ചാൻസ്, തെറ്റ് വന്നാൽ പോലും ഹി ഡിസേർവ് എ സെക്കൻഡ് ചാൻസ്, ഒരു സെക്കൻഡ് ചാൻസ് അദ്ദേഹത്തിന് കൊടുക്കണം. അപ്പം തെറ്റ് ചെയ്തവരെ എല്ലാം അങ്ങ് മുടക്കാനാണ്. LDF തന്നെ എത്ര MLA ഇരിക്കുന്നത് അല്ലേ? അതുപോലെ കോൺഗ്രസ്സിൽ തന്നെ എത്രയോ MLA അവർക്കെതിരെ കേസുകളുണ്ടായിരുന്നു. LDF ഞാൻ പേര് പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാം, അത് നമ്മൾ ഒത്തിരി ദിവസം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ തന്നെ MLA ഇരിക്കുന്നവർ, മുമ്പ് മന്ത്രിമാരായിട്ട് ഇരുന്നവരെ, ഇവർക്കെതിരെ, അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്ററിൻ്റെ ഇതായിട്ടുള്ള ഓഫീസ് സംബന്ധമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷനിലുള്ള ആളുകൾ, ഇവർക്കെതിരെയൊക്കെ അലിഗേഷൻ ഉണ്ടായി. അവരിപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? സമൂഹ സേവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് മാത്രം, ഇദ്ദേഹത്തെ അപ്പോഴേ ഒരു ആരോപണം ഉണ്ടായപ്പോൾ തന്നെ അങ്ങ് ഈ ഡിസേർവ് എ സെക്കൻഡ് ചാൻസ്, അദ്ദേഹത്തിന് സെക്കൻഡ് ചാൻസ് കൊടുക്കണം. എന്ന് മാത്രമല്ല, കോടതിയുടെ ഇപ്പം ഇൻവെസ്റ്റിഗേഷനാണല്ലോ തുടങ്ങിയത്. ആ ഇൻവെസ്റ്റിഗേഷനിൽ പരാതി ജെന്യൂൻ ആണെങ്കിൽ അത് അവർ അന്വേഷിച്ച് കോടതി അതിൻ്റെതായിട്ടുള്ള സത്യം പറയുന്നത് വരെ ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ ക്രൂശിക്കരുത്. ഒരു പിതാവ് നഷ്ടപ്പെട്ട, ഒരു ആത്മഹത്യയുടെ വക്ക് വരെ എത്തിയ ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് ഒരു അമ്മയുണ്ട്. ഇത് നമ്മൾ മറന്നു പോകരുത്. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു എല്ലാവർക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.